ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. സൗണ്ടിനൊരു ഇത്തിരി വ്യത്യാസമുണ്ട്. ഇന്നലെ എന്തോ പെട്ടെന്നൊരു ചുമയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ഈ കഷായം ഉണ്ടല്ലോ, കഷായമൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇപ്പം വ്യത്യാസമുണ്ട്. പക്ഷേ ആ ചുമച്ചതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിരിച്ചെന്ന് നിങ്ങളോട് കാര്യം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നേ, ആ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരച്ചിൽ വരുമെന്ന്. ബിജിയുടെ ഫേസ് കണ്ടിട്ട് ഇന്ന് സന്തോഷമുണ്ട്, സുഖമായെന്ന് തോന്നുന്നു. എത്രമാത്രം എന്നെ ആൾക്കാരും മനസ്സിലാക്കിയിട്ട ഓരോരുത്തരും അത് പറയുന്നതെന്നുള്ള ചിന്തയാണ്. പിന്നെന്താ, എല്ലാവരും തരുന്ന എല്ലാ സഹകരണത്തിനും സന്തോഷമുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പേര് കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് ശ്വാസം മുട്ടലുണ്ടോ, വിമ്മിഷ്ടമുണ്ടോയെന്ന്. അതില്ല. ഇതിൻ്റെ അകത്തെ ഇന്നാളിൽ ഞാൻ പറഞ്ഞ നമ്മൾ എടുക്കുന്ന ശ്വാസം പോലും ഈ മൊബൈലിൻ്റെ അകത്തെ ഒരു വല്ലാത്ത ഇതിൽ മനസ്സിലാവും. ഇപ്പോൾ ഈ കൊച്ചുങ്ങൾ താഴെ ഈ അലയ്ക്കുന്നുണ്ടല്ലേ, ഞാൻ ജനൽ അടച്ചിട്ടേക്കുക. എന്നിട്ടും എനിക്കത് നോർമലി അത്ര അറിയത്തില്ല. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ സൗണ്ടൊക്കെ താഴെ, ഞങ്ങൾ 4th ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ പിള്ളേർ കളിക്കുന്നതൊക്കെ ഇവിടെ കേൾക്കാം. ഇപ്പോൾ പ്രൈസം മോനൊന്ന് താഴോട്ട് പോയിട്ടുണ്ട്. എനിക്കൊരു സമാധാനമില്ല. ഞാൻ അവനെ അങ്ങനെ തന്നെ വിട്ടിട്ടില്ല. അതാണ് നമ്മുടെ മലയാളികൾക്ക് വരുന്ന പ്രോബ്ലം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ട്, മറ്റുള്ള പിള്ളേർ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അതാ ബുദ്ധിമുട്ട്. നമ്മളെപ്പോഴും അവരെ നോക്കി 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 നമ്മളില്ലാതെ അവരെ വിടത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഒരു സൊസൈറ്റി ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരി തന്നെ താമസം. എനിക്ക് കൂടുതൽ അവരുടെ ഹിസ്റ്ററി അറിയത്തില്ല. ഭർത്താവ് മരിച്ചു പോയതാണോ കല്യാണം കഴിച്ചിട്ടില്ലയോ, അവർ തന്നെ ഇവിടെ താമസം. അപ്പോൾ ഈ കഴിഞ്ഞിടെ അവരുടെ ഒരു ബന്ധത്തിലുള്ള ഒരു കൊച്ചനെ ഇപ്പോൾ പ്രീസമ്മൻ്റെ കാരണം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ച്, മോൻ എവിടെ സ്കൂളിൽ പോന്നേ, ഇവനെയും വിടാനാണ്. ഇപ്പം അവർ ഈ കൊച്ചനെ പഠിപ്പിക്കുക. അപ്പം പ്രീസമ്മൻ്റെ ഏജാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതെവിടെ വേറെ എവിടെയോ ആയിരുന്നേ, എന്നിട്ടാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയുണ്ടേ, ഞാൻ പ്രൈസമോനെയും കൊണ്ട് കളിക്കാൻ താഴെ പോയി. ആ കൊച്ചൻ തന്നെ ഇവിടെയുള്ള പിള്ളേരുമായിട്ടെല്ലാം അവൻ കൂട്ടായി. അത് അവർ കൂടൊന്നുമില്ല, അവൻ തന്നെ ഇറങ്ങി വന്നേക്കുക. എന്ത് കൂളായിട്ടാണ്. പക്ഷേ സംസാരമൊക്കെ ഒരു ഇടയ്ക്ക് തന്നെ ചീത്തയൊക്കെ പറയും. അപ്പോൾ അതാ അങ്ങനെയുള്ളൊരിടത്ത് നിന്ന് വന്നായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊച്ചിനോട്, ഞാൻ അന്നേരം അവിടെ ഗാർഡനിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള പന്ന വീടുകൾ പറയല്, നിൻ്റെ ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കൊച്ചുങ്ങളും അത് കേൾക്കുമല്ലേ അങ്ങനെയുള്ള. പക്ഷേ ഇവിടെയുള്ള ഈ കൊച്ചുങ്ങളൊന്നും പന്ന വീടുകളൊന്നും അങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതനുസരിച്ച് ചിലർ വീട്ടിൽ പറയുന്നത് കൊച്ചുങ്ങൾ വെളിയിൽ പറയാമെന്നുള്ളതുകൊണ്ട് ചിലതൊക്കെ ഉണ്ട് ഓരോന്നൊക്കെ പറയുന്നത്. അത് ഈ മാറവാടി പിള്ളേരും മറാഠി പിള്ളേരും. അപ്പോൾ കൊച്ചു പോയി. ഞാൻ പറഞ്ഞു, മോനെ, അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് എപ്പോൾ വരണം മമ്മീന്ന്. ഞാൻ പറഞ്ഞു, വാച്ച് കൊണ്ടുപോകും, ഒരു 7 മണിയാകുമ്പോൾ ഇങ്ങനെ വരണേന്ന് പറഞ്ഞു. എനിക്കൊരു സമാധാനമില്ല. ഞാനിപ്പോൾ ജനലും അടച്ചേക്കുക എഡിറ്റിങ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ താഴെ നിന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. രാവിലെ കുറച്ച് നേരം ഇവിടെ ഫുൾ ടൈം ഈ അവധിയായ പിന്നെ പിള്ളേരും എന്തോ ചെയ്യും, ഫുൾ ടൈം മൊബൈലും കൊടുത്തോടെ തിരുത്താമെങ്കിൽ സുഖം. അങ്ങനെ എപ്പോഴും കൊടുക്കാനും പറ്റത്തില്ലല്ലേ. ഞായറാഴ്ച നേരം താഴെ പോയി ഞാൻ പറഞ്ഞ അടുക്കളയിൽ നിന്ന് ഞാൻ നോക്കിക്കോളാം, അവിടെ പോയി നിന്ന് ഇച്ചിരി ബോളൊക്കെ എറിഞ്ഞ് കളിയെന്ന് പറഞ്ഞു. തന്നെ വിടാൻ എനിക്ക് പേടി. ഇവിടെയൊക്കെ കാറും അതും ഇതൊക്കെ കിടപ്പുണ്ട്. ബോളോ എല്ലാം എറിഞ്ഞ് അതിൻ്റെ കാച്ച കാണാൻ പൊട്ടിയ ക്യാമറ എല്ലായിടവും ഉണ്ട്. പിന്നെ അതിൻ്റെ ചിലവിന് നമ്മൾ കുറേ നടക്കണ്ടേ, അവർക്കറിയത്തില്ലല്ലേ. അപ്പോൾ പിന്നെന്തുവാ, പിന്നൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയ വെജിറ്റബിൾ മാർക്കറ്റിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പോയത്. ഒന്ന് പോകാമെന്ന് ചിന്തിച്ചങ്ങനെ പോയി. എനിക്കൊന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റേച്ചാനോടെ പോയി. അതിൻ്റെ ഇച്ചിരിച്ച അവിടെ നിന്ന് ഭയങ്കര റഷാണ്. ഇച്ചിരിച്ച ഒന്ന് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇന്നത്തെ വീഡിയോയിൽ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോൾമോൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും, അപ്പം ഞാൻ പറയട്ടെ, പോൾമോനെ, ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു, ആൻറ്റിമാരെല്ലാം കേട്ടായിരുന്നു നീ തീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ മിണ്ടാതിരുന്നയാ, മലയാളം അറിയാത്ത കൊച്ച് ഇത്രയൊക്കെ പറഞ്ഞില്ലയോ എന്നൊക്കെ, അതുകൊണ്ട് ആൻറ്റിമാർ അനങ്ങാതിരുന്നത്. അവന് പോലും മനസ്സിലായില്ല അവൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അവൻ പറഞ്ഞു, ഞാനെവിടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു.
മനുഷ്യ വെള്ളം കുടിക്കാൻ നിർത്തിയതാ. പലരും പറഞ്ഞു മുഖത്ത് ക്ഷീണമുണ്ട് വിജി. ക്ഷീണമുണ്ട് എനിക്കറിയാം, പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് വിശപ്പ് അങ്ങോട്ട് വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ കച്ചറ പിച്ചറ എന്തെങ്കിലും കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കും. വെറും വയറ്റിൽ മിഞ്ചീസ് വ്ലോഗ് പറഞ്ഞ് വെറും വയറ്റിലൊന്നും മെഡിസിൻ കഴിക്കല്ലേ. ഇല്ല, മെഡിസിനൊന്നും അങ്ങനെ വെറും വയറ്റിൽ കഴിക്കത്തില്ല. എന്തെങ്കിലും ഗീതേച്ചി എന്നോട് പറഞ്ഞായിരുന്നു വിജി എന്തോ ഉണക്ക റൊട്ടിന്നാന്നോ ഡ്രൈ, ഞാൻ നോക്കിയിട്ട് പറയാം കമൻറ്റിൽ. ഗീതേച്ചി എന്നോട് പറഞ്ഞായിരുന്നു നീളമുള്ള ഈ റൊട്ടി, ഉണങ്ങിയ റൊട്ടി കിട്ടും, അത് ഞാൻ ചിന്തിച്ച് ഇനിയും ഗീതേച്ചി പറയുന്നത് ഇനി റിസ്ക് ആണോന്ന്. പക്ഷെ ഇപ്പം ഞാൻ കമൻറ്റ് നോക്കിയതാണ് ഗീതേച്ചി അതിൻ്റെ റിപ്ലൈ തന്നായിരുന്നു എനിക്ക്. ഞാൻ പക്ഷെ അത് കണ്ടില്ല. ഈ നീളമുള്ള റൊട്ടി ഡ്രൈ ആയിട്ടുള്ളത് പീസാക്കി വെക്കും, അത് നല്ല കഴിക്കാൻ. അത് മുകളിലൊക്കെ കിട്ടത്തുള്ളൂ. മുകളിലെന്നാന്നോ മുകളിലെന്നാന്നോ പറഞ്ഞത്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ഇനി റേച്ചാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അത് കഴിച്ചാൽ നല്ല വിശപ്പൊക്കെ മാറുമെന്ന് പറഞ്ഞ്. ഓക്കെ, ഇനിയും ഞാൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണിക്കാൻ ഒത്തിരി ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരുടെ തള്ളുകൊണ്ട് എൻ്റെ മൊബൈൽ തട്ടിയിട്ടാലോ എന്നും പറഞ്ഞ് അത്രയ്ക്ക് തള്ളാം അവിടെ. അതാ ഞാൻ കൂടുതൽ അവിടെ പോകാത്ത. അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും എനിക്കങ്ങ് വല്ലാത്ത വരുതാണ് അത്രയും ആളുകളുടെ ഇടയിൽ. ഇപ്പം ഈ മാങ്ങാ സീസണാണ്, കളിപ്പീര് മാങ്ങകൾ ഇറങ്ങും. പുറം നല്ല മണവും നല്ല ഇത്തിരി കട്ടിയായിട്ടിരിക്കും. കീറുന്നുടനെ അകത്ത് ഒരു സൈസ് മഞ്ഞ പോലെ പന്നലായിട്ട് എന്തെങ്കിലും വെച്ചൊക്കെ വിഷം കുത്തി വെച്ച് പഴുപ്പിക്കുന്നതായിരിക്കും. അല്ലാതെ മനുഷ്യനെ കൊല്ലാനുള്ള ഇല്ലയല്ല. മനുഷ്യർക്ക് എന്താ വേണം? അവർക്ക് അവരുടെ സാധനങ്ങൾ, ഇവരല്ല ഇവർ വാങ്ങിക്കുന്ന ആൾക്കാർ എങ്ങനെയും വിറ്റ് പോകണം. കാരണം എനിക്ക് ഇന്നാളെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉഷാദേവി ഒരു വീഡിയോ അയച്ചു തന്നു. തമിഴ്നാട്ടിൽ പെണ്ണുങ്ങൾ മുളക് കളർ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ മുളക് കളർ വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്ത് ഉണക്കിയിട്ട് ഉണക്കുന്നു. അപ്പോൾ കാശ്മീരി മുളക് പൊടി പോലെ കൊടുക്കാൻ. സത്യമാ അത് തമാശയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തോടെ ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കല്ലെന്ന്. അപ്പം ക്യാമറമാൻ മലയാളി ഞാൻ ഈ എടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ആർക്ക് കൊടുക്കും, അവർ തിന്നത്തില്ല, കേരളക്കാരെ തീറ്റിക്കുമെന്ന്. അപ്പം ഞാൻ ഈ കഴിഞ്ഞിടെ ഇവിടുന്ന് പൊടിപ്പിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് റയിച്ചാൽ മുളക് പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ചുമന്നിരിക്കുക. കറി ഒരു ഇച്ചിരി ഇട്ട ഉടനെ എരിവ് അങ്ങനെ ഇല്ല, ചുമന്ന കളറുണ്ട്, പക്ഷെ കൈ പോലും ചുമപ്പ്. പിന്നെ അത് തിരിച്ചു കൊടുത്തു. കുറച്ച് നമ്മൾ ഉപയോഗിച്ച് പിന്നെ ബാക്കി ഇങ്ങനെ കാൽ കിലോയാണ് വാങ്ങിച്ചത്. അതങ്ങ് കൊടുത്ത് വേണ്ടാന്ന് പറഞ്ഞ്. ഇങ്ങനെ ഓരോ കളറൊക്കെ തേച്ചും ഒക്കെ നമുക്ക് തരുന്നതാണ്. എന്തോ ചെയ്യും? ഇങ്ങനെ മനുഷ്യർക്ക് പകുതി അസുഖം വരുന്നത്. നമുക്ക് ആരോഗ്യമുള്ളവരായിരുന്നെങ്കിൽ അയ്യത്ത് വല്ലതും ഉണ്ടാക്കി വല്ല പച്ചക്കൃഷികളൊക്കെ നട്ടാൽ അവരോട് വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടുകാരെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഇതാ ഗതി. ഓക്കെ, ഇത് ഞങ്ങൾ സൺഡേ മീറ്റിങ്ങിന് പോയ എന്നും നടക്കുന്നിടത്തല്ലായിരുന്നു, വേറൊരിടത്തായിരുന്നു. അവിടെ മുറ്റത്തൊരു നാട്ടുമാങ്ങ മാവ് നിൽപ്പുണ്ട്. നിറച്ച് മാങ്ങിയ, പക്ഷെ മാങ്ങി അത് കാണാൻ പറ്റുന്നില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് നമുക്കവിടെ നോർമലി കാണാൻ പറ്റും. ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് അത് കാണിക്കാൻ പറ്റുന്നില്ല. നിറച്ചും മാങ്ങിയ. ഒരെണ്ണം വീണിട്ട് അതെടുത്ത് മണപ്പിച്ച് നോക്കിയാണ് എന്തോ മണം. ഇതിനെത്ര? അവിടെ ഇത് തന്നെയല്ലേ 20 പറഞ്ഞത്? എടുത്തു കൊടു. मिर्ची कैसे? मिर्ची 20 रुपए पाव मिर्ची भी। दूधी 2 ले लो 30 रुपए।
15 का पाव 25 का आधा। ये कितना का है दूधी? 20 का 31 का दो ले लो। मार വെളുത്തുള്ളി പക്ഷേ ഒരു ഇച്ചിരി വില കുറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇവിടെ ചോദിച്ചുണ്ടേ നല്ല വെളുത്തുള്ളി 1 കിലോ 60 തന്നെ. അപ്പം ഞങ്ങൾ ആദ്യം ഒരിടത്ത് ഉള്ളി ചോദിച്ചുണ്ടേ ഇത്തിരി വലിയ ഉള്ളി ഒരു വണ്ടിക്കകത്തൊരു കൊച്ചനെ ഉന്തിക്കൊണ്ട് പോകുമായിരുന്നു, കിലോ 20 എന്ന് പറഞ്ഞ്. അതേ ഉള്ളി ഇവിടെ വന്നുടനെ 25 രൂപ. പിന്നെ ഞങ്ങളൊരിത്തിരി നല്ല ഉള്ളിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി, ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു. അതുകൊണ്ട് ഉള്ളിയൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. ये पूरा 50 का है। मेरा भाई तो एकदम उस दिन मेरे को गाली मार खाया खिलाया। देख मेरे यहाँ पे पूरा सूज गया। ऐसा हो ही नहीं सकता है। उस दिन का बराबर ऐसा बोलो तुम। अरे सामने खड़ा है देखो। वो मेरा भाई को तुम जबरदस्ती नाम खराब मत करो। ओए मेरा भाई का नाम मेरा मत खराब करो। ये कैसे? दोनों लेगा? नहीं एक ही बस। ठीक है, दो 400। ताबली दिए थे ना 50 का दोनों वाटा, बस अभी जाता है। पैसा मत दो, ऐसा लेके जाओ। ऐसा लेके जाओ, पैसा मत दो। പീസാക്ക ഇവര് ചമ്മടി കളയത്തില്ലല്ലോ. क्या 300 ഇത് രണ്ടും കൂടെ എത്ര വാങ്ങിക്കും? पूरा 300 में और सब ये भी मिल रहा है यार, अपने को और क्या चाहिए? മറ്റേത് 300 രൂപ. ये देख, ये 300, ये 200, 500। ये खरीदी वाला 350 है। अरे 300 में दे दे, 300 ओए 600 बोला। चलो 250 भी नहीं आएगा तो 600 कर दो, बराबर है। ഇതെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത്, ഇവരും ഇവരുടെ അപ്പുറത്തിരിക്കുന്നത്. അപ്പം ഇവരുടെ അടുത്ത് വന്ന് വാങ്ങിക്കാൻ നിന്നു. ഇവർ ഞങ്ങളെ കണ്ടപ്പോഴേ ആദ്യം ഇവിടെ ഈ മത്തി മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അപ്പം ഞങ്ങളെ കണ്ടോണ്ടേ അവർ അകത്തുനിന്ന് അവരുടെ ബോക്സിൽ നിന്ന് വലിയ 2 ചൂര എടുത്ത്. അവർക്ക് അറിയാം നമ്മളിത് വാങ്ങിക്കുമെന്ന്. അപ്പം മറ്റേ അപ്പുറത്തെ അവരുടെ മുഖം അപ്പോഴത്തേനങ്ങ് വല്ലാതായി, അവരുടെയും നമ്മൾ വാങ്ങിക്കാത്തത് കൊണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു റീച്ചാൽ നമുക്ക് അവരുടെയും കൂടെ വാങ്ങിക്കാമെന്ന്. റീച്ചാൻ പറഞ്ഞു വേണ്ട, 2 കൂടെ എന്തിനാണ് വാങ്ങിക്കുന്നത്, ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇവർ ഈ ചൂര ഒരെണ്ണം 400-ഉം മത്തി ഒരു കൂട്ടം 100 പറഞ്ഞത്. പിന്നെ അവർ കുറച്ചുകൂടെ മത്തി ഇട്ടിട്ട് അത്രയും മത്തി 300 രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് റീച്ചാൻ ചുമ്മാ അങ്ങ് അവരുടെ അടുത്ത് ബാർഗിൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് പേടിയാണ്. ഞാനവിടെ നിന്ന് പറഞ്ഞു റീച്ചാൻ 300 എന്നാ പറയാൻ. പക്ഷേ അതിലും കുറച്ചായിരുന്നെങ്കിൽ അവർ തന്നേനെയായിരുന്നു. റീച്ചാൻ 2 കൂടെ 600 രൂപ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് അവർ അന്നേരം പറഞ്ഞു ഒന്നും പറഞ്ഞില്ല, കാരണം അവർക്കത് മുതലാവും. അതുകൊണ്ട് അവരൊന്നും പറയാതിങ്ങ് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് തൊലി കളയാൻ അറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പീസാക്കിക്കൊണ്ട് വന്നു. ചെറിയ ചെറിയ പീസാക്കിയിട്ട് തൊലി ഇരിക്കുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ 2-3 തലയും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2-3 പീസാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ റീച്ച അവരോട് പറയാം, കഴിഞ്ഞ പ്രാവശ്യം റീച്ചാൻ തന്നെ വന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പം ഞാൻ പറയാം അത് പന്നലല്ലായിരുന്നു, അതുകൊണ്ട് ഇവളെന്നെ അടിച്ചെന്ന്. അപ്പോൾ അവർ പറയുമ്പോൾ നീ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പടുപട് പറയല്ലേ, അങ്ങനെ നടക്കത്തില്ലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു റീച്ചാൻ നാണക്കേടാ, അവരഥവാ വിശ്വസിച്ചാൽ എന്തോ ചെയ്യും. അപ്പോൾ റീച്ചാൻ ചിരിച്ചോണ്ട് പറഞ്ഞാൽ ഞാൻ ചുമ്മാ അറിഞ്ഞാന്ന്. എന്നിട്ട് അവർക്കറിയാൻ റീച്ചാൻ കഴിക്കത്തില്ലെന്ന്. പിന്നെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ ആ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പിന്നെ മുന്തിരിങ്ങയും ഈ മാങ്ങ കണ്ട അകം പന്നലാന്ന് പറയാമോ, നല്ലതുപോലെ വെളുത്തിരുന്ന് നല്ല മണവുമാണ്. വീട്ടിൽ കൊണ്ടുവന്ന് ചെത്തി എല്ലാം എടുത്ത് പൂളി ഉടനെ അകം 2 സൈഡിലെയും ഭാഗം ഒരു സൈസ് വല്ലാത്ത യെല്ലോ കളറ്. പിന്നെ ഇവിടെ ഒരു ആൾ വണ്ടിയിൽ ഇങ്ങനെ ഏത്തക്കയും, അതിപ്പോൾ തുടങ്ങിയതാണ്, ഏത്തക്കയും കരിക്കും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 കിലോ ഏത്തക്ക വാങ്ങിച്ചു. ഇവിടെ നമ്മുടെ ഇവിടുന്ന് വാങ്ങിയതിന് 90 രൂപ. ഞങ്ങൾ അന്തേരി പ്രേയർ കഴിഞ്ഞ്
വരുന്നിടത്ത് അവിടെ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ 70 രൂപ. അപ്പോൾ എല്ലാം വാങ്ങിച്ച് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.